കര കുറഞ്ഞു വരുന്ന ഏറെ അപകടങ്ങൾ നിറഞ്ഞ നമ്മുടെ കൊല്ലം ബീച്ചാണ് ഗൈസ്. മുൻപ് ഏകദേശം 600 മീറ്റർ ഉണ്ടായിരുന്ന കൊല്ലം ബീച്ചിന്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. ബീച്ചിലെത്തുന്നവർ ഒരു കാരണവശാലും അപകടകരമായ ഈ തിരയിലേക്ക് കാല് നനയ്ക്കുവാൻ പോലും ഇറങ്ങാൻ പാടില്ല. മറ്റുള്ള ബീച്ചുകളെ അപേക്ഷിച്ച് ഏറെ അപകടം നിറഞ്ഞതായി നമ്മുടെ കൊല്ലം ബീച്ച്. ഓരോ വർഷവും നമ്മളെ ബീച്ച് ഇങ്ങനെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി എന്താണ് ലൈഫ് ഗാർഡ്സിന്റെ ഒക്കെ ഒരു വർഷം ബീച്ച് കുറയുന്നതല്ല, കാലവർഷം എടുക്കുമ്പോൾ തീരം നഷ്ടപ്പെടും. തീരം കുറഞ്ഞു മണ്ണ് കടൽ എടുത്ത് തീരം പൊയ്ക്കൊണ്ടേയിരിക്കും. അത് പിന്നെ കടല് ശാന്തമാകുമ്പോൾ കാലവർഷം കഴിഞ്ഞ് കടൽ നോർമൽ കടലാകുമ്പോൾ മണ്ണ് വെക്കും, പിന്നെ മണ്ണ് കയറും, അങ്ങനെ തീരം ഉണ്ടാവും. അപ്പൊ ഇപ്പൊ ഒരു വർഷത്തിനൊക്കെ ഒരുപാട് കയറിയിട്ടുണ്ട് ഇങ്ങോട്ടല്ലേ? ഇപ്പൊ കാലവർഷമല്ലേ, ഇനിയിപ്പോ ആഗസ്റ്റ് ആവണം. ആഗസ്റ്റ് വരെ കടലായിരിക്കും, നല്ല കടലായിരിക്കും. അതായത് മണ്ണ് പോയിക്കൊണ്ടിരിക്കും. ആഗസ്റ്റ് കഴിയുമ്പോൾ നോർമൽ കടലാവും, മണ്ണ് വെച്ച് ആൾക്കാർ ഒരുപാട് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ ഇവിടെ? ആൾക്കാർ ഇറങ്ങാൻ ശ്രമിക്കും. നമ്മള് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, റോപ്പൊക്കെ വെച്ച്. കാര്യം കാലവർഷം ഇപ്പൊ തുടങ്ങിയിരിക്കുകയാണ്. പിന്നെ ആൾക്കാർ വന്ന് ഡേഞ്ചറായിട്ട് ഇറങ്ങുകയും ചെയ്യും. പക്ഷെ നമ്മളെ മുമ്പിലത്തെ കാട്ടി ഒരുപാട് കടൽ കയറിയിട്ടുണ്ടല്ലോ മുന്നോട്ട്. നമ്മുടെ ഈ കാറ്റിന്റെയും മഴയുടെ അനുസരിച്ചാണ് ഇപ്പൊ കടൽ തീരെ ശക്തിയായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നല്ല അടിയൊഴുക്കുള്ള സ്ഥലങ്ങളാണ്. ഈ ഏരിയയിലാണ് കൂടുതലും ഇങ്ങനെ കടൽ കയറുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന്റെ താഴ്ചയുണ്ട്, അതുകൊണ്ടാണ് ആഴമുണ്ട്, അതിൻ്റെതായ ഒരു തിരയുടെ ശക്തിയുണ്ട്. പിന്നെ തീരം തൊട്ടു താഴെ വരെ നല്ല കുഴിയാ, അതുകൊണ്ട് കടൽ അടിക്കുന്നത് കരയ്ക്ക് വന്നേ വീഴത്തുള്ളൂ. കാല് നനയ്ക്കാൻ നിൽക്കുന്നവര് കടൽ കയറി വരുന്നതും കര നഷ്ടമാകുന്നതും കാലവർഷം കാരണമാകുന്നത് കൂടാതെ നമ്മുടെ പോർട്ട് അടുത്തുള്ളതും തീരത്തോട് ചേർന്നുള്ള കടലിന്റെ ആഴവും കാരണമാണ് തിര ശക്തിയായി കരയിലേക്ക് ആഞ്ഞടിക്കുന്നത്. കര ഇല്ലാതാകുന്നതിന്റെ പ്രധാന കാരണവും ഇത് തന്നെയാണ്. ബീച്ചിലേക്ക് എത്തുന്നവർ ലൈഫ് ഗാർഡ്സ് നിർദ്ദേശങ്ങൾ പാലിക്കുകയും റോപ്പിന് പിന്നിൽ നിന്ന് കടൽ ആസ്വദിക്കാനും ശ്രമിക്കുക.